for Judea. നമ്മളിന്ന് ഫാമിലിയായിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ളതാണ്. തൻ്റെ വയറ്റിൽ ഈശോ ഒരു കുഞ്ഞായി രൂപപ്പെട്ടു എന്നറിഞ്ഞ ശേഷം മറിയം തിരക്കിട്ട് പോകുകയാണ് ഇളയമ്മയായ വൃദ്ധയായ എലിസബത്തിനരികിലേക്ക്. അവർ താമസിക്കുന്നത് യൂദയായിലെ മലമ്പ്രദേശത്താണ്. അതുകൊണ്ട് അവിടേക്ക് മറിയം തിരക്കിട്ട് ചെന്നു. ഇളയമ്മയെ സഹായിക്കാനാണ് ചെന്നത്. അവിടെ ചെന്ന് ഇളയമ്മയെ അഭിവാദനം ചെയ്തപ്പോഴേക്കും അവരിൽ ഇളയമ്മയിലും കുഞ്ഞായ സ്നാപക യോഹന്നാനിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. കുഞ്ഞു യോഹന്നാൻ അമ്മയുടെ വയറ്റിൽ കിടന്ന് കുതിച്ചു ചാടി. അപ്പോൾ എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന്. നോക്കൂ, എലിസബത്തിന് ആരാണ് പറഞ്ഞു കൊടുത്തത് മറിയം കർത്താവിൻ്റെ അമ്മയാണെന്ന്? ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് എലിസബത്തിന് വേഗം മനസ്സിലായി മുന്നിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ അമ്മയാണെന്ന്. നമുക്കും ഇതുപോലെ മാതാവിനെ നല്ലവണ്ണം സ്നേഹിക്കാം. മാതാവിനെ നമ്മുടെയും അമ്മയായി സ്വീകരിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ എല്ലാവരും ലൂക്ക 1:39 മുതൽ 45 വരെയുള്ള വചനഭാഗം വായിക്കണം. അപ്പൊ നമ്മൾ ബൈബിളിൽ കണ്ടു മാതാവ് എലീശ പുണ്യവതിയെ സഹായിക്കുന്നത്. ഇനി നമുക്കൊരു വെറൈറ്റി കഥ കേട്ടാലോ? ലെറ്റ്സ് മൂവ് ടു സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 24 നമ്മൾ രാത്രിയിൽ കുർബാനയ്ക്ക് പോകാനൊക്കെ തയ്യാറെടുക്കുന്നു. ഉണ്ണീശോയെ സ്വീകരിക്കുന്ന രാത്രിയാണ് അല്ലേ ഇന്ന്. എല്ലാ 24-ാം തീയതി രാത്രി കുർബാനകളിലും മിക്കവാറും എല്ലാ പള്ളികളിലും പാടുന്ന ഒരു പാട്ടുണ്ട്, സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ആ പാട്ട്. ഈ പാട്ട് എഴുതിയ ആളെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. ജോസഫ് മോഹർ എന്ന് പറയുന്ന ഒരു ജർമ്മനിയിലെ ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു അച്ഛനാണ്. അച്ഛൻ ഈ പാട്ട് എഴുതാനുള്ള ഒരു സാഹചര്യമുണ്ട്. 1815 ഇന്തോനേഷ്യയിലെ തമ്പോറ എന്ന് പറയുന്നൊരു വലിയ പർവ്വതം പൊട്ടിത്തെറിച്ചു. പർവ്വതം പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തുടർന്ന് വന്ന ഒരു വർഷം മുഴുവൻ യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് കാലാവസ്ഥയിൽ വ്യത്യാസങ്ങളുണ്ടായി. ആ ഒരു വർഷം മുഴുവൻ വേനലില്ല, വേനൽക്കാലത്തും മഞ്ഞ് പൊഴിയുന്നൊരു അനുഭവമായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ടിങ്ങനെ മഞ്ഞുകാലം നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കൃഷി ചെയ്തില്ലെങ്കിൽ പട്ടിണി ഉണ്ടാവും. അങ്ങനെ ലോകം മുഴുവൻ, യൂറോപ്പ് മുഴുവൻ ഒരു വലിയ ദാരിദ്ര്യത്തിലും സങ്കടത്തിലും മരവിപ്പിലും പോകുന്നൊരു സമയമായിരുന്നു. അതുമാത്രമല്ല, 15 വർഷം ജർമ്മനിയിലുടനീളം നെപ്പോളിയൻ യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. യുദ്ധത്തിന് ശേഷം ജനത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. യുദ്ധമുണ്ടാക്കിയ സാമൂഹികമായിട്ടുണ്ടായ കുറേ പ്രതിസന്ധികൾ, ഇതെല്ലാം കൂടെ ജർമ്മനിയിലുള്ള ജനത മുഴുവൻ വളരെ നിരാശയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത്, ആ ക്രിസ്മസ് സീസണിൽ അച്ഛനിങ്ങനെ ഒരു ചിന്ത വരികയാണ്. ശരിക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും, വലിയ നഷ്ടത്തിൻ്റെ സങ്കടത്തിൻ്റെ നടുവിലാണെന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ട്. അതാരാ? ഈശോ. ആ ഈശോയുടെ തിരുപ്പിറവിയെ പ്രത്യാശയോടെ വരവേൽക്കണമെന്ന് ലോകത്തിന് മുഴുവൻ പ്രത്യാശ കൊടുക്കുന്ന ഈ ഗാനത്തിൻ്റെ ഈരടികൾ അദ്ദേഹം എഴുതി 1816. ഇതാദ്യമായിട്ട് പാടുന്നത് 1817 ക്രിസ്മസ് രാത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അതിന് മ്യൂസിക്കൊക്കെ കൊടുത്ത് ആ പാട്ട് പാടുന്നു. ആ നിശബ്ദമായ രാത്രി, ശാന്തമായ രാത്രി, ലോകമേ സമാധാനത്തിലായിരിക്കുക എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ മെസ്സേജ്. അതുതന്നെയല്ലേ മാലാഖ വന്ന് ആട്ടിടയന്മാരോട് എന്താ പറഞ്ഞ്? ഇതാ നിങ്ങൾക്ക് സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, സമാധാനമായി രക്ഷകനായി ഈശോ ഭൂമിയിൽ അവതരിക്കുന്നു. അപ്പം നമുക്കറിയാം, ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു ഇല്ലേ? എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു പാട്ടാണെങ്കിലും, ഒരു കുഞ്ഞ് കഥയാണെങ്കിലും, ഒരു കുഞ്ഞാഘോഷമാണെങ്കിലും എല്ലാത്തിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അപ്പം നമ്മളിന്ന് ജോസഫ് മോഹർ അച്ഛനെ പരിചയപ്പെട്ടു. നമുക്കിന്ന് രാത്രിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ, വേദനയിലൂടെ ഒക്കെ പോവുമല്ലേ. അപ്പോൾ ഈ ക്രിസ്മസ് രാത്രിയിൽ ചിലപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാൻ സാഹചര്യം കാണില്ല, ഓൺലൈൻ കുർബാനയിലായിരിക്കും. പക്ഷേ അവിടെയും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട
വിഷമത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ. സൈലന്റ് നൈറ്റിന്റെ ബിഹൈൻഡിലുള്ള സ്റ്റോറി നമ്മൾ അറിഞ്ഞു. എന്ത് രസമാണല്ലേ. ഇനി നമുക്ക് ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പോകാം. സൈലന്റ് ഏരിയ അച്ഛന്റെ സ്ഥലമാണ് ഓസ്ട്രിയ. അപ്പൊ നമുക്ക് ഓസ്ട്രിയയിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പോവാം. ലെറ്റ്സ് മൂവ് ടു ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ഓസ്ട്രിയയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അയൽ രാജ്യമായ ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി സാമ്യമുണ്ട്. ക്രിസ്മസ് ട്രീയും അഡ്വന്റ് കാൻഡിൽസും എല്ലാ വീടുകളിലും ഉണ്ടാകും. വീടുകളിൽ കരോൾ സംഘങ്ങൾ വരികയും പാട്ടുപാടിക്കഴിഞ്ഞ് ഞായറാഴ്ചകളിൽ വീടുകളിലെ അംഗങ്ങൾ പ്രാർത്ഥനാപൂർവമാണ് അഡ്വന്റ് കാൻഡിലുകൾ കത്തിക്കുന്നത്. അതുപോലെ എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻസ് ആരംഭിക്കുന്നത് നവംബർ അവസാനത്തോടെയാണ്. ഓസ്ട്രിയയിലെ ഒരു പ്രധാന ആകർഷണം ക്രിസ്മസ് മാർക്കറ്റുകളാണ്. ക്രൈസ്റ്റ് കിങ് മാർക്ക് എന്നാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ അറിയപ്പെടുന്നത്. ക്രിസ്മസിലെ അലങ്കാര വസ്തുക്കൾ തുടങ്ങി ഭക്ഷണം വരെ ഈ മാർക്കറ്റുകളിൽ ലഭിക്കും. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ ഒരു മ്യൂസിക്കൽ ഷോയുണ്ട്. അത് വളരെ പ്രശസ്തമാണ്. വിയാനീസ് മ്യൂസിക് അസോസിയേഷൻ ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഈ മ്യൂസിക് ഷോ കാണാനായിട്ട് അകലെ നിന്ന് പോലും ആളുകൾ വരും. എല്ലാ പട്ടണങ്ങളിലും അലങ്കരിച്ചു വെച്ച ക്രിസ്മസ് ട്രീ ഉണ്ടാകും. സ്വർണ്ണ നിറത്തിലും വെള്ളി നിറത്തിലുമുള്ള നക്ഷത്രങ്ങൾ അലങ്കാര വസ്തുക്കളിലെ ഒരു പ്രധാന ഇനമാണ്. ക്രിസ്മസ് ദിവസം ആളുകൾ ഈ ഡെക്കറേഷൻ ചെയ്ത ട്രീയുടെ ചുറ്റും അണിനിരന്നാണ് കാരോൾസ് പാടുന്നത്. അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ക്രിസ്മസ് സായാഹ്നത്തിലുള്ള ഔട്ടിംഗ്. മഞ്ഞുകാലമായതിനാൽ സ്കീയിങ് നടത്താറുണ്ട്. മിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമുള്ള സ്കീയിങ് ഇത് കുട്ടികൾക്ക് വളരെ ആവേശമുള്ള കാര്യമാണ്. കുടുംബം ഒന്നിച്ചുള്ള ഒരു ഉല്ലാസത്തിന്റെ സമയം കൂടിയാണിത്. മറ്റൊന്ന്, ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുന്ന ജനുവരി 6 ഓസ്ട്രിയയിലെ ഫാമിലീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വീടിന്റെ മുൻവാതിലിൽ ഒരു പ്രത്യേക അടയാളം രേഖപ്പെടുത്തും. ക്രിസ്തു ഈ വീടിനെ അനുഗ്രഹിക്കുന്നു എന്നാണത്. അതിന്റെ ഷോർട്ട് ഫോമായ 3 ലെറ്റേഴ്സാണ് അവരവിടെ മാർക്ക് ചെയ്യുന്നത്. എപ്പിഫനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാന്റാക്ലോസിനെ വരവേൽക്കാനായി ക്രിസ്മസിന്റെ ആരംഭത്തിൽ തന്നെ കുട്ടികൾ തയ്യാറെടുക്കും. മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്ന കാര്യം ഇതാണ്: നല്ല കുട്ടികളായിരുന്നാൽ മാത്രമേ സാന്റ സമ്മാനങ്ങൾ തരികയുള്ളൂ, ഇല്ല എങ്കിൽ സാന്റ വീട്ടിൽ വരില്ല എന്ന് പറയും. അതുകൊണ്ട് ക്രിസ്മസ് സീസണിൽ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളായിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമാണ് ഓസ്ട്രിയയിലെ ക്രിസ്മസ് കാഴ്ചകൾ. കൂട്ടുകാരെ, ഉണ്ണീശോയെ വരവേക്കാൻ സമയം അടുത്തോണ്ടിരിക്കുകയാണ്. ഏഞ്ചല, ഭൂമിയിൽ ആദ്യം ആരാണ് കാരൽ പാടിയെന്ന് അറിയാവോ? ഏഞ്ചൽസ്, ഉണ്ണീശോയുടെ പിറവീട് എന്ന്. യെസ്, കറക്റ്റ് ഏഞ്ചല. അങ്ങനെയാണ് നമുക്കൊരു പുതിയ പാട്ട് കേട്ടാലോ? ലെറ്റ്സ് മൂവ് ടു കാരൽ സിംഗിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റോഡ് ടു ബെത്ലഹേം എന്ന പ്രോഗ്രാമിൽ തൃശൂർ ചേതന സംഗീത് നാട്യ അക്കാദമിയിലെ കൂട്ടുകാരായ ഞങ്ങൾ തമിഴ് ക്രിസ്മസ് ഗാനമായ വരലാറ്റിനയെ എന്ന ഗാനമാണ് നിങ്ങൾക്ക് മുന്നിൽ ആലപിക്കുന്നത്. ഹോപ്പ് യു വിൽ എൻജോയ്. அதிசயவானே புவி மீட்டிடவே மண்ணில் வந்தீரே. தேனினிமையிலும் இனிமையான அழகியவாளே, பேரொளியிலே நடக்க செய்தீரே. நீங்க வந்துட்டதால பாவம் போச்சு, கவலை எல்லாம் போயே போச்சு, சாபங்கள் எல்லாம் மறைஞ்சு போனதே. தேவன் பரத்திலிருந்து இறங்கி வந்தீர், மனிதனாக மாறி இங்கே அடிமை என்னையும் மீட்டு கொண்டீரே. நான் உம்மை போற்றுவேன், நான் உம்மை புகழுவேன், இனம் நன்றி சொல்லி அன்பை பாடி உம்மை வணங்குவேன். என் இம்மானுவேல் நீரே, நீர் என்னோடு இருக்கின்றீர்.
ആദിത്യരുവാർത്തയേ വിടിവെള്ളി നക്ഷത്രമേ പരലോക രാജാവേ നീ താനേശയാ കന്നിയൻ മേന്തനാക യുദയ രാജസിംഹമാക ദേവാട്ടിക്കുട്ടിയായി വந்தீரேശയ്യ ന്യായ പ്രമാണത്തെ മാറ്റി എഴുതും ദേവൻ നീരേ പുതു ഉടമ്പടിക്കയം മധ്യസ്ഥരും നീരേ നീരേ ദേവകിരൂപയിൻ മുഴുവൻ നീരേ നീരേ നീരെന്നോടിരിക്കും ഒவ்வொரு നാളും കളിക്കൂർന്ന് പാടുവേൻ நீங்க வந்திட்ட கால பாவ போச்சு கவலை எல்லாம் போய் போச்சு சமங்கள் எல்லாம் மறைஞ்சு போனதே தேவன் பரத்தில் இருந்து இறங்கி வந்தீர் மனிதனாக மாறி இங்கே அடிமை என்னையும் மீட்டு கொண்டீரே நான் உம்மை போற்றுவேன் நான் உம்மை புகழுவேன் இன்னும் நன்றி சொல்லி அன்பை பாடி உம்மை வணங்குவேன் ഈ 24 ഡേയ്സും കാരൽസ് നമുക്ക് നല്ല ത്രില്ല് തന്നു. ജോ, നമ്മുടെ ആക്ടിവിറ്റിയുടെ സമയേ. അതെ, ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ. നിങ്ങൾ മാർക്ക് ചെയ്തോ? സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? യൂദയ. നമ്മുടെ 26-ാം ദിവസത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. നമ്മുടെ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ക്രിസ്മസിനായി ഡെക്കറേറ്റ് ചെയ്യാം. ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം ദാവീദിന്റെ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി മോളി എബ്രഹാം, എലഞ്ഞിക്കൽ ഹൗസ്, ആലപ്പുഴ. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മറിയം തിടുക്കത്തിൽ ആരുടെ വീട്ടിലേക്കാണ് പോയത്? ഞാൻ ഒന്നും കൂടി പറയാം. മറിയം തിടുക്കത്തിൽ ആരുടെ വീട്ടിലേക്കാണ് പോയത്? വേഗമാവട്ടെ, സമ്മാനങ്ങളൊക്കെ റെഡിയാണ്. നിങ്ങൾ ഉത്തരം അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605818881. അപ്പൊ കൂട്ടുകാരെ, പറഞ്ഞ പോലെ സ്റ്റാർസും ട്രീസ് ഒക്കെ വെച്ച് വീട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. നമുക്ക് നാളെ ക്രിസ്മസിന്റെ ദിനത്തിൽ വീണ്ടും സന്തോഷകരമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.